ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം? എന്തായാലും 2026 മെയ് ഒക്കെ ആവുന്നിടത്ത് കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആ ഒരു വേളയിൽ നമുക്ക് ഇപ്പോഴേ നോക്കിയാലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾ ആരാണെന്ന്. ഇനി നമ്മൾ മൂന്ന് പാർട്ടിയിൽ നിന്നും മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നു. അതായത് BJPയിൽ നിന്നും സുരേഷ് ഗോപി, CPM-ൽ നിന്നും ശ്രീ പിണറായി വിജയനെ, കോൺഗ്രസിൽ നിന്ന് നമുക്ക് സുധാകരനെ എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവരെ മൂന്ന് പേരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം ആരാണ് മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും യോഗ്യതയുള്ള ആളെന്ന്. ഓക്കെ, നമുക്ക് കളിയിലോട്ട് പോവാം. വെൽക്കം ബാക്ക്. ആദ്യം തന്നെ നമുക്ക് സുരേഷ് ഗോപിയിലോട്ട് പോവാം. സുരേഷ് ഗോപി വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കേരളത്തിൽ നിന്നും ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏക BJP MP ആണ് ശ്രീമാൻ സുരേഷ് ഗോപി. അദ്ദേഹത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് അദ്ദേഹം സിനിമാ നടനായിരുന്നു. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലോട്ട് എത്തിയ ആളാണ്. പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലാണ് സുരേഷ് ഗോപി കുറച്ചും കൂടെ ജനപ്രിയനാവുന്നത്. അതാണ് നിങ്ങൾക്ക് മകൻ കോടീശ്വരൻ എന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ചാരിറ്റികൾ ചെയ്യുന്നു, എല്ലാം ജനങ്ങൾ കുറച്ചും കൂടെ ഒന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. അതിനുശേഷം പുള്ളിക്കാരന്റെ ഒരു ബേസ് സ്ഥലമായിട്ട് തൃശ്ശൂരിനെ തിരഞ്ഞെടുത്തു. തൃശ്ശൂരിൽ തുടർച്ചയായി നടന്ന 2-3 ഇലക്ഷനുകൾ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷേ ആ പരാജയമാണ് അദ്ദേഹം ജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കിയത്. കാരണം എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ തന്നെ എന്ന് പ്രവർത്തിച്ച് തൃശ്ശൂരിലെ ഒരു 2-3 ഗ്രാമങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. അതിനുശേഷം തൃശ്ശൂരിലെ ജനങ്ങളുമായിട്ട് സംവദിച്ചു. തൃശ്ശൂരിൽ തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു ഓളം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതിനുശേഷം നടന്ന, അതായത് കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം മത്സരിച്ചു. മറ്റുള്ളവരെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സുഖമായിട്ട് പുല്ല് കണക്ക് പുള്ളിക്കാരൻ ജയിച്ചു കയറി. എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ കട്ടക്ക് നിന്നു. എന്തായാലും 2-3 തവണ എന്തായാലും ഞങ്ങൾ തോപ്പിച്ചു വിട്ടയല്ലേ എന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ മാറ്റി നിർത്തിയില്ല. അവരെ കൂടെ നിന്നു, പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തു, പുള്ളിക്കാരനെ വിജയിപ്പിച്ചു. അതിനുശേഷം നടന്ന കാര്യങ്ങളിലോട്ട് നമുക്ക് പോയാലോ. തൃശ്ശൂരിൽ പിന്നെ വികസനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരൻ വല്ലപ്പോഴൊക്കെ മണ്ഡലത്തിൽ വരും, വന്ന് നിൽക്കും, കുറച്ച് കാര്യങ്ങളെ കാണിക്കും, പുള്ളിക്കാരൻ പോകും. അത്രയൊക്കെ അവിടെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ. വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. എന്തായാലും നമുക്ക് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപിയെ തന്നെ അവിടെ നിർത്താം. അടുത്ത സ്ഥാനാർത്ഥിയിലോട്ട് നമുക്ക് പോകാം. അതായത് നമ്മുടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ ഇവിടെ നിർത്താൻ പോകുന്നത് കോൺഗ്രസിൽ നിന്നും സുധാകരനാണ്. അതായത് കണ്ണൂരിൽ നിന്നും വന്ന ശക്തനായിട്ടുള്ള നേതാവ്. വർഷങ്ങളായിട്ട് MLA ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കറന്റ്ലി കണ്ണൂരിന്റെ MP-യുമാണ്. എന്തായാലും സുധാകരനെ നിർത്താൻ നേരത്ത് ഇവിടെ ഇടതുപക്ഷത്ത് നിന്നും കോൺഗ്രസിൽ നിന്നും കുറച്ച് സ്വരങ്ങളൊക്കെ ഉയർത്തേണ്ടി വരും. കാരണം അദ്ദേഹം നല്ല രീതിയിലുള്ള നേതാവാണ്. ജനങ്ങളെ കൂടെ നിന്ന് പുറത്തുള്ള ആളാണ്. പിന്നെ രണ്ടുപേർക്കും തമ്മിൽ സാമ്യതയുണ്ട്. ആർക്കൊക്കെയാണെന്ന് അറിയാം? പിണറായി വിജയനും, അതായത് നമ്മുടെ സുധാകരനും. രണ്ടുപേരും കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. കണ്ണൂർ രാഷ്ട്രീയം നല്ലപോലെ അറിയാവുന്ന രണ്ട് നേതാക്കൾ. കൂടാതെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പഠിച്ച കോളേജിൽ തന്നെ പഠിച്ചൊരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ സാമ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ണൂരിലെ വ്യക്തമായ രാഷ്ട്രീയവും എല്ലാം പഠിച്ചു വരുന്ന നേതാക്കൾ. എങ്ങനെ ജനങ്ങളെ കൂടെ ഇന്ന് പ്രവർത്തിക്കണമെന്ന് അറിയുന്ന നേതാക്കളാണ് രണ്ടുപേരും. ഇപ്പൊ തന്നെ സുധാകരൻ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് BJPയിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ BJPയിലോട്ട് പോകും. ആ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ സുധാകരനെ തന്നെ നിർത്താം. ഇനി നമ്മൾ മെയിൻ പോകുന്നത് നമ്മുടെ തുറുപ്പ് ചീട്ട്. നമ്മുടെ കേരളത്തിന്റെ തുറുപ്പ് ചീട്ട് എന്ന് പറയാൻ തന്നെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തി. അതായത് നമ്മുടെ സ്വന്തം പിണറായി വിജയൻ. കറന്റ് 2 വട്ടമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അടുത്ത തവണ അധികാരം കിട്ടിയാൽ അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി. വേറെ ഒരാളെ നിർത്തത്തില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടി 2 ടൈമിലൊക്കെ ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം തന്നെയായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇനി അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഇഷ്ടംപോലെ വികസനങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ദേശീയപാത വികസനത്തെ സ്ഥലമേറ്റ് കൊടുക്കുന്നത് അടക്കമുള്ള പരിപാടികൾ, പിന്നെ കൊച്ചി മെട്രോ, പിന്നെ ഇപ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖം, അങ്ങനെ നിരവധി പദ്ധതികളാണ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് പോകുന്നത് ഉമ്മൻചാണ്ടി കൊണ്ടിട്ട കല്ലാണെന്ന് പറഞ്ഞിട്ട് ഒരു കല്ലിന്റെ പേരിലാണ് പുള്ളിക്കാരനും കൂടെ ഒരു ക്രെഡിറ്റ് പോകുന്നുണ്ട്. അല്ല, ആ കല്ല് അവിടെ ഇരിക്കട്ടെ, നമ്മൾ ആ ക്രെഡിറ്റ് പുള്ളിക്കാരന് തന്നെ കൊടുക്കുന്നു. താങ്കൾ ഇട്ട, അതായത് ചാണ്ടി സാർ ഇട്ട കല്ലാണെങ്കിൽ ചാണ്ടി സാറിന് ഒരു ശതമാനം ക്രെഡിറ്റ് കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് പോവാം. പിണറായി വിജയൻ കറന്റ് ഇഷ്ടംപോലെ ആരോപണങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട്. ED അന്വേഷണം നേരിടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നല്ല അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത്. അതിനാൽ തന്നെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക ഇടതുപക്ഷത്ത് നിന്നും ഏറ്റവും യോഗ്യൻ പിണറായി വിജയൻ തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ വോട്ട് ഓർക്കാണ്? നിങ്ങൾ ആരാവണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് ഉദ്ദേശിക്കുന്നത്? അതോ നിങ്ങളുടെ വോട്ട് വെറും നോട്ടയ്ക്കാണോ? തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസർ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ബൈ ബൈ.